ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് PSC ബുള്ളറ്റിനിൽ തന്നിരിക്കുന്ന കേരള നവോത്ഥാനത്തിൽ നിന്നുമുള്ള മാതൃകാ ചോദ്യങ്ങളാണ്. 40 ചോദ്യങ്ങളാണ് ഈ ക്ലാസ്സിലുള്ളത്. ഒരു മോക്ക് ടെസ്റ്റ് പോലെ തന്നെ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, ശൈവ പ്രകാശിക സഭ സ്ഥാപിക്കുന്നതിന് തൈക്കാട് അയ്യയ്ക്ക് സഹായം നൽകിയത് ആരാണ്? ശൈവ പ്രകാശിക സഭ സ്ഥാപിക്കുന്നതിന് തൈക്കാട് അയ്യയ്ക്ക് സഹായം നൽകിയത്. ഓപ്ഷൻ സി ആണ് ഉത്തരം. സുന്ദരം പിള്ളയാണ്. സുന്ദരം പിള്ള. അടുത്ത ചോദ്യം, ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ മൂക്കുത്തി സമരത്തിന് വേദിയായത്. ആറാട്ടുപുഴ വേലായുധ പണിക്കരുടെ മൂക്കുത്തി സമരത്തിന് വേദിയായത് പന്തളമാണ്. പന്തളം. മലയാള ലിപിയിൽ പുസ്തകമിറക്കിയ ആദ്യ മുസ്ലിം എഴുത്തുകാരൻ. മലയാള ലിപിയിൽ പുസ്തകമിറക്കിയ ആദ്യത്തെ മുസ്ലിം എഴുത്തുകാരൻ മക്തി തങ്ങളാണ്. ഓപ്ഷൻ എ മക്തി തങ്ങൾ. 1904 SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നത് എവിടെ? 1904 SNDPയുടെ ആദ്യ വാർഷിക യോഗം നടന്നത് എവിടെ? അരുവിപ്പുറമാണ്. അരുവിപ്പുറം. വർഷം നോട്ട് ചെയ്ത് വെക്കുക. 1904 സ്വദേശാഭിമാനി പത്രം 1905 ജനുവരി 11 ആരംഭിച്ചത് ആര്? സ്വദേശാഭിമാനി പത്രം 1905 ജനുവരി 11 ആരംഭിച്ചത് ആര്? വക്കം മൗലവിയാണ്. വക്കം മൗലവി. സഭ എന്ന സംഘടനകളുടെ പേരിൽ ചേർത്ത് വിവിധ സ്ഥലങ്ങളിൽ കൂട്ടായ്മകൾ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. സഭ എന്ന സംഘടനകളുടെ പേരിൽ ചേർത്ത് വിവിധ സ്ഥലങ്ങളിൽ കൂട്ടായ്മകൾ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഓപ്ഷൻ ബി ആണ് ഉത്തരം. ആഗമാനന്ദനാണ്. ആഗമാനന്ദ സ്വാമികൾ. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരു രണ്ടാമത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് എവിടെയാണ്? ശ്രീനാരായണ ഗുരു രണ്ടാമത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ഉല്ലലയാണ്. ഓപ്ഷൻ സി ഉല്ലല. നാനാജാതി മതസ്ഥർക്ക് ഒരുമിച്ച് താമസിക്കുന്നതിനായി 1935 കൊടുമുണ്ട കോളനി സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. നാനാജാതി മതസ്ഥർക്ക് ഒരുമിച്ച് താമസിക്കുന്നതിനായിട്ട് 1935 കൊടുമുണ്ട കോളനി സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. VT ഭട്ടതിരിപ്പാടാണ് കൊടുമുണ്ട കോളനി സ്ഥാപിച്ചത്. വർഷം 1935. 23-ാമത്തെ വയസ്സിൽ കാൽനടയായി സബർമതിയിലെത്തി ഗാന്ധിജിയെ സന്ദർശിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ്. 23-ാമത്തെ വയസ്സിൽ കാൽനടയായിട്ട് സബർമതിയിലെത്തി ഗാന്ധിജിയെ സന്ദർശിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ആനന്ദ തീർത്ഥനാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം. ആനന്ദ തീർത്ഥൻ. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. കേരളത്തിലെ ആധുനിക പ്രസംഗ സമ്പ്രദായത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ. അടുത്ത ചോദ്യം, ഏത് പ്രസിദ്ധീകരണത്തിലാണ് ശ്രീനാരായണ ഗുരു 1916 നമുക്ക് ജാതി ഇല്ല എന്ന വിളംബരം പ്രസിദ്ധപ്പെടുത്തിയത്? ഏത് പ്രസിദ്ധീകരണത്തിലാണ് ശ്രീനാരായണ ഗുരു 1916 നമുക്ക് ജാതിയില്ല എന്ന വിളംബരം പ്രസിദ്ധപ്പെടുത്തിയത്? പ്രബുദ്ധ കേരളത്തിലാണ്. പ്രബുദ്ധ കേരളം. ശ്രീനാരായണ ഗുരുവിനെ മൂന്നാംകിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാംകിട മനുഷ്യനായി കാണണം എന്ന് പറഞ്ഞത് ആരാണ്? ശ്രീനാരായണ ഗുരുവിനെ മൂന്നാംകിട ദൈവം എന്നതിലുപരി ഒരു ഒന്നാംകിട മനുഷ്യനായി കാണണമെന്ന് പറഞ്ഞത് അയ്യങ്കാളിയാണ്. ഓപ്ഷൻ സി ഉത്തരം അയ്യങ്കാളിയാണ്.
താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദീനബന്ധു പത്രത്തിന്റെ സ്ഥാപകൻ ആര്? താഴെ കൊടുത്തിരിക്കുന്നവരിൽ ദീനബന്ധു പത്രത്തിന്റെ സ്ഥാപകൻ V.R. കൃഷ്ണൻ എഴുത്തച്ഛനാണ്. V.R. കൃഷ്ണൻ എഴുത്തച്ഛൻ. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം. മലബാർ കുടിയായ്മ നിയമം നിലവിൽ വന്ന വർഷം 1929. 1929. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ ആദ്യ ശാഖ സ്ഥാപിച്ചത് എവിടെ? കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ ആദ്യത്തെ ശാഖ സ്ഥാപിച്ചത് എവിടെ? കോഴിക്കോടാണ്. കോഴിക്കോട്. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിൽ ബ്രഹ്മസമാജത്തിന്റെ ആദ്യത്തെ ശാഖ സ്ഥാപിച്ചത് എവിടെയാണ്? കോഴിക്കോടാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സംഘടന. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച സംഘടന ഏതാണ്? ഓപ്ഷൻസ് തന്നിരിക്കുന്നത് മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി, ജമാഅത്തുൽ ഉലമ, കേരള മുജാഹിദ്, തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, തിരുവിതാംകൂർ മുസ്ലിം മഹാജന സഭ. തളിറോഡ് സമരം നയിച്ച സാമൂഹിക പരിഷ്കർത്താവ്. തളിറോഡ് സമരം. തളിറോഡ് സമരം നയിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സി കൃഷ്ണനാണ്. സി കൃഷ്ണൻ. തളിറോഡ് സമരം നയിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? സി കൃഷ്ണൻ. അയ്യത്താൻ ഗോപാലനുമായി ബന്ധപ്പെട്ടത് ഏത്? അയ്യത്താൻ ഗോപാലനുമായിട്ട് ബന്ധപ്പെട്ടത് സുഗുണവർദ്ധിനിയാണ്. സുഗുണവർദ്ധിനി. അയ്യത്താൻ ഗോപാലനുമായിട്ട് ബന്ധപ്പെട്ടത് സുഗുണവർദ്ധിനി. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആത്മീയ വിപ്ലവകാരി. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആത്മീയ വിപ്ലവകാരി ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരുവാണ് കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന ആത്മീയ വിപ്ലവകാരി. അടുത്ത ചോദ്യം, ആലുവയിൽ ശ്രീനാരായണ സേവിക പ്രസ്ഥാനം ആരംഭിച്ചത്. ആലുവയില് ശ്രീനാരായണ സേവിക പ്രസ്ഥാനം. ശ്രീനാരായണ സേവിക പ്രസ്ഥാനം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. സഹോദരൻ അയ്യപ്പൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് സംഭവമാണ് 1936 നടന്നത് അല്ലാത്തത്? 1936 നടന്നത് അല്ലാത്ത സംഭവം ഏതാണ്? തന്നിരിക്കുന്നു ക്ഷേത്രപ്രവേശന വിളംബരം, പട്ടിണി ജാഥ, വൈദ്യുതി സമരം, യാചനായാത്ര. യാചനായാത്ര നടന്നത് 1931. 1931. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒടുവിൽ രൂപം കൊണ്ടത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒടുവിൽ രൂപം കൊണ്ടത്. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് SNDP യോഗം, സാധുജന പരിപാലന സംഘം, PRDS, ബാലസമുദായ പരിഷ്കരണി സഭ. ഇതിൽ ഒടുവിൽ രൂപം കൊണ്ടത് ഏതാണ് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ബാലസമുദായ പരിഷ്കരണി സഭയാണ് ഒടുവിൽ രൂപം കൊണ്ടത്. SNDP യോഗം 1903 ആണ്. സാധുജന പരിപാലന സംഘം 1907 ആണ്. PRDS അഥവാ പ്രത്യക്ഷ രക്ഷാ ദേവസഭ 1909 ആണ്. ബാലസമുദായ പരിഷ്കരണി സഭ രൂപം കൊണ്ടത് എന്നാണെന്നുള്ളത് നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആര്? സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ആഗമാനന്ദനാണ്. ആഗമാനന്ദൻ. 1938 സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത്. 1938 സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ. അടുത്ത ചോദ്യം, ചിന്താ വിപ്ലവം എന്ന പുസ്തകം രചിച്ചത്. ചിന്താ വിപ്ലവം എന്ന പുസ്തകം രചിച്ചത് MC ജോസഫ് ആണ്. MC ജോസഫ്. പുലയരാതി ദളിത് വിഭാഗങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ
തിരുവിതാംകൂർ നിയമനിർമ്മാണ സഭയിൽ ആദ്യമായി നാമനിർദ്ദേശം ചെയ്തത് ആരെയാണ്? ഓപ്ഷൻസ്: അയ്യങ്കാളി, പൊയ്കയിൽ യോഹന്നാൻ, ടി കേശവൻ ശാസ്ത്രി, പി കെ ഗോവിന്ദപിള്ള. ഓപ്ഷൻ ഡി ആണ് ഉത്തരം, പി കെ ഗോവിന്ദപിള്ള. അടുത്ത ചോദ്യം: ശ്രീനാരായണ ഗുരു ഏറ്റവും അവസാനം പങ്കെടുത്ത പൊതുചടങ്ങായ SNDP യോഗത്തിന്റെ വിശേഷാൽ പൊതുയോഗം 1928 ജനുവരി 18 എവിടെ വെച്ചാണ് നടന്നത്? കോട്ടയത്താണ്. കോട്ടയം. കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത്? കരിഞ്ചന്ത എന്ന നാടകം രചിച്ചത് VT ഭട്ടതിരിപ്പാട്. ആചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ആ ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞത്? ആചാരങ്ങളെല്ലാം ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ആ ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞത് സഹോദരൻ അയ്യപ്പനാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം, സഹോദരൻ അയ്യപ്പൻ. അധസ്ഥിതരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി 1931 പയ്യന്നൂരിൽ സബർമതി ആശ്രമത്തിന്റെ മാതൃകയിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് ആര്? അധസ്ഥിതരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി 1931 പയ്യന്നൂരില് സബർമതി ആശ്രമത്തിന്റെ മാതൃകയിൽ ശ്രീനാരായണ വിദ്യാലയം സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥനാണ്. ഓപ്ഷൻ എ ആനന്ദ തീർത്ഥൻ. കേരളത്തിൽ മുസ്ലിങ്ങളുടെ ആദ്യത്തെ സാമൂഹിക ക്ഷേമ സഭയായ മൗനത്തിൽ ഇസ്ലാം സഭ സ്ഥാപിതമായത് എവിടെയാണ്? പൊന്നാനിയിലാണ്. പൊന്നാനി. തിരുവനന്തപുരത്ത് 1902 ആരംഭിച്ച കേരള പഞ്ചികയുടെ സ്ഥാപക പത്രാധിപർ ആരായിരുന്നു? തിരുവനന്തപുരത്ത് 1902 ആരംഭിച്ച കേരള പഞ്ചികയുടെ സ്ഥാപക പത്രാധിപർ ആരായിരുന്നു? കെ രാമകൃഷ്ണപിള്ള. കെ രാമകൃഷ്ണപിള്ള. 1907 കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് ആര്? 1907 കേരളീയ നായർ സമാജം സ്ഥാപിച്ചത് സി കൃഷ്ണപിള്ളയാണ്. സി കൃഷ്ണപിള്ള. കേരള കൗമുദിയുടെ ആദ്യ പത്രാധിപർ? കേരള കൗമുദിയുടെ ആദ്യത്തെ പത്രാധിപർ മൂലൂർ എസ് പത്മനാഭ പണിക്കർ. മൂലൂർ എസ് പത്മനാഭ പണിക്കർ. 1903 മലബാറിലെ ആദ്യത്തെ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? 1903 മലബാറിലെ ആദ്യത്തെ രാഷ്ട്രീയ സമ്മേളനം നടന്നത് കോഴിക്കോട് വെച്ചാണ്. കോഴിക്കോട്. ശ്രീനാരായണ ഗുരു ജഗന്നാഥ ക്ഷേത്രം സ്ഥാപിച്ച സ്ഥലം? ശ്രീനാരായണ ഗുരു ജഗന്നാഥ ക്ഷേത്രം സ്ഥാപിച്ച സ്ഥലം മംഗലാപുരമാണ്. മംഗലാപുരം. സ്വാമി ആര്യഭടൻ ആരുടെ പ്രമുഖ ശിഷ്യനായിരുന്നു? സ്വാമി ആര്യഭടൻ ആരുടെ പ്രമുഖ ശിഷ്യനായിരുന്നു? വാഗ്ഭടാനന്ദന്റേതാണ്. ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. VT സ്മാരക ട്രസ്റ്റിന്റെ ആസ്ഥാനം? VT സ്മാരക ട്രസ്റ്റിന്റെ ആസ്ഥാനം അങ്കമാലി. VT സ്മാരക ട്രസ്റ്റിന്റെ ആസ്ഥാനം അങ്കമാലി. പഞ്ചപാണ്ഡവരുടെ പുനരവതാരമെന്ന് അനുയായികൾ വിശ്വസിക്കുന്ന 5 ശിഷ്യന്മാർ ഉണ്ടായിരുന്നത് ഏത് നവോത്ഥാന നായകനാണ്? പഞ്ചപാണ്ഡവരുടെ പുനരവതാരമെന്ന് അനുയായികൾ വിശ്വസിക്കുന്ന 5 ശിഷ്യന്മാർ ഉണ്ടായിരുന്നത് ഏത് നവോത്ഥാന നായകനാണ്? വൈകുണ്ഠസ്വാമി. ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം: 1903 കോഴിക്കോട്ട് വെച്ച് നടന്ന പ്രഥമ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? 1903 കോഴിക്കോട്ട് വെച്ച് നടന്ന പ്രഥമ മലബാർ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ് ആണ്. ആനി ബസന്റ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.